മുസ്ലിം സമുദായത്തിൽ ഒരുപാട് പുരോഗമനവാദികളായിട്ടുള്ള ചെറുപ്പക്കാരുണ്ട്. പഠിക്കണം, അല്ലെങ്കിൽ ജോലി ചെയ്യുകയാണ് പ്രധാനം എന്ന് പറയുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ ആ സമുദായം ഒരു വലിയ മാറ്റത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് ഈ പിന്നെയും കുറച്ചു കാലം മുൻപ് പറഞ്ഞ അതേ വാക്കിൽ തന്നെ തുല്യനീതി എന്ന വാക്കിൽ കടിച്ചു തൂങ്ങുന്നത് എന്തിനാണ് ലീഗ്? ഈ പുരോഗമനം, നിങ്ങൾ പറയുന്ന ഈ പുരോഗമനമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് മുസ്ലിം ലീഗാണ്. ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത് മുസ്ലിം ലീഗാണ്. ഇവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് മുസ്ലിം ലീഗാണ്. സ്ത്രീ വിദ്യാഭ്യാസത്തിന് വലിയ സ്ഥാനം കൊടുത്ത് അതിനുവേണ്ടി രംഗത്തിറങ്ങി പ്രവർത്തിച്ച് സീതി സാഹിബിനെ പോലുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാരാണ്. വിദ്യാഭ്യാസം വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞതിന് അർത്ഥം സ്ത്രീയും പുരുഷനും തുല്യനാണെന്ന് സമ്മതിക്കലാണോ? ചില മേഖലകളിൽ സ്ത്രീകൾ മുസ്ലിം ആണുങ്ങളെക്കാൾ മുന്നിലാണ്. അങ്ങനെ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ മുകളിലാണെന്ന് ലീഗ് അംഗീകരിക്കുന്ന മേഖല ഏതാണ്? ഇപ്പോൾ നമ്മൾ സ്നേഹം, ആർദ്രത, സാന്ത്വനം, പരിപാലനം, ഇതിലൊക്കെ പുരുഷന്മാരെക്കാൾ ഒരുപക്ഷെ സ്ത്രീകൾക്ക് കൂടുതൽ മേഖലകളിൽ സ്വാധീനം ചെലുത്താൻ കഴിയും. അല്ലാതെ ഇതിൽ പിടിവാശി പിടിച്ച് പഴഞ്ചൻ നിലപാടുമായി നടക്കുന്നത് ഇതിനെ എതിർക്കുന്നവരാണ്, കയ്യടി കിട്ടാനാണ്. ഇങ്ങനെ പ്രകൃതി വിരുദ്ധമായ, ശാസ്ത്രവിരുദ്ധമായ കാലങ്ങളായി ഭൂലോകം ഉണ്ടായത് മുതൽ മനുഷ്യർ അനുഭവിച്ചും കണ്ടും പഠിച്ചും വരുന്ന കാര്യങ്ങളെ എതിർക്കലാണ് പുരോഗമനമെങ്കിൽ ആ പുരോഗമനത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല.